എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ പത്രപരസ്യങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ജോലികൾക്ക് ആളുകളെ എത്തിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഈ ജോലികൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റു പാരിതോഷികങ്ങളോ കൈപ്പറ്റിയിട്ടുള്ളതല്ല. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും കമ്പനികളോ വ്യക്തികളോ ഏജൻസികളോ നിങ്ങളെ സമീപിക്കുകയും അവരാവശ്യപ്പെടുന്ന പണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം അതിൻ്റെ പിന്നിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഞാനോ എൻ്റെ ഈ ചാനലിനോ അതിൽ യാതൊരു തരത്തിലും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ഒരിക്കലും പണം നൽകി ജോലി സമ്പാദിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒപ്പം നിങ്ങളെ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ദാസനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് ലീവായിരിക്കും എന്നറിയാം. അങ്ങനെ ലീവ് എടുത്തിരുത്തിയിരിക്കുന്നവർക്കൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ജോബ് വേക്കൻസികളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുന്നത്, എല്ലാവരും നാട്ടിൽ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സൗദി അറേബ്യയിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രവാസി സുഹൃത്തുക്കളും വളരെ നന്നായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ 13-ാം തീയതിയും 15-ാം തീയതിയും ആയിട്ട് നടക്കുന്ന ഒരു മെഗാ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, സൗദി അറേബ്യയിലുള്ള നെസ്റ്റോ ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് ഏകദേശം 24-25 കാറ്റഗറികളിലായിട്ട് ഒരു മെഗാ ഇൻ്റർവ്യൂ തന്നെ അവർ നാട്ടിൽ നടത്തുന്നുണ്ട്. എന്താ പറയുക, ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ എല്ലാ മേഖലകളിലേക്കും, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലേക്കായാലും സൂപ്പർ മാർക്കറ്റിലേക്ക് ആയിട്ടുള്ളതായാലും അതുപോലെ തന്നെ മെയിൻ്റനൻസ് സെക്ഷനിലേക്ക് ആയാലും ഡിജിറ്റൽ മീഡിയ സെക്ഷനിലേക്ക് ആയാലും അങ്ങനെ ഡ്രൈവർമാരുടെ സെക്ഷനിലേക്ക് ആയാലും അങ്ങനെ എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മെഗാ ഇൻ്റർവ്യൂ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇൻ്റർവ്യൂവിൽ ഒന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അതിനവർ മെയിനായിട്ട് പറയുന്ന യോഗ്യതകൾ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. ഏതൊക്കെയാണ് കാറ്റഗറി എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ എല്ലാവരോടും കൂടി പറയുന്നത്, ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, അതല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ അത്തരത്തിലുള്ള ജോലികൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് മാക്സിമം എത്ര പെട്ടെന്ന് ജോലിക്ക് കയറുന്നതിനുള്ള ശ്രമങ്ങൾ നമുക്ക് ഒന്നിച്ച് തന്നെ നടത്താം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് നേരം കളയുന്നതിന് മുന്നേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഈ ഒരു 24 ജോബ് വേക്കൻസിയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാം അപ്ലൈ ചെയ്യുന്നതിന് അവരൊരു 4 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു 4 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കിയതിന് ശേഷം ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ആ 4 കാര്യങ്ങളിൽ അവർ ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത്, ഇതിൽ പറയുന്ന 24 കാറ്റഗറികളിലേക്കും മെയിൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് പുരുഷന്മാർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അവർ ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് ECNR പാസ്പോർട്ട് കയ്യിലുള്ളവരായിരിക്കണം എന്നുള്ളതാണ് അവർ രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത്, ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ പ്രായപരിധി 22 വയസ്സിനും 38 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഇതിൽ കുറവോ അതല്ലെങ്കിൽ 38 വയസ്സിന് കൂടുതലുള്ളവരോ ആയിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അവർ പറയുന്നുണ്ട്. നാലാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത്, നിങ്ങൾ ഏത് മേഖലയിലാണോ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. GCC കൺട്രീസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് മുൻഗണനയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അവരിതിൽ പ്രത്യേകിച്ച് GCC കൺട്രീസ് വേണം എന്നവർ മെൻഷൻ ചെയ്തിട്ടില്ല. നോർമലി മാർക്ക് ആൻഡ് സേവ്, നെസ്റ്റോ അങ്ങനെയുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്കൊക്കെ അവർ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ GCC കൺട്രീസ് നിർബന്ധം പറയാറുണ്ട്. പക്ഷേ ഇതിലങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എക്സ്പീരിയൻസ് ആയാലും മതി. ഉദാഹരണത്തിന് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു ഹെവി ലൈസൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ഹെവി ലൈസൻസ് എടുത്തിട്ട് മിനിമം 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു 4 കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് പറയുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് വേറെ ജോലികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അവർ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ CV ചെക്ക് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്തും അവർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ജോലികൾക്ക് പറയുന്ന സാലറി എത്രയാണ് എന്നുള്ളതോ നിങ്ങളുടെ താമസ സൗകര്യം അതുപോലെ തന്നെ ഭക്ഷണം ഇതിനെക്കുറിച്ചൊന്നും അവരിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് അവർ 24 ജോബ് കാറ്റഗറികളുടെ വിഷയവും മാത്രമല്ലാതെ ഈ ഒരു 4 കാര്യങ്ങളും മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഇനി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർ പ്രത്യേകം പറയുന്നതായിരിക്കും. നിങ്ങളുടെ CV ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ സാലറി അവർ നിശ്ചയിക്കുക. അപ്പോൾ ഇനി ഏതൊക്കെയാണ് ആ 24 കാറ്റഗറി നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എല്ലാ ജോബ് വേക്കൻസികളും നിങ്ങളോട് പറയാം. ഞാൻ 2 വട്ടം ആവർത്തിച്ച് പറയുന്നില്ല, ഒരുപാട് ലെങ്ത് ആയി പോവും വീഡിയോ. അതുകൊണ്ട് ഞാൻ ഓരോ പ്രാവശ്യം വായിക്കുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക.
ഒന്നാമത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഹെവി ഡ്രൈവറുടെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇൻറ്റേർണൽ സെക്യൂരിറ്റിയാണ്. മൂന്നാമത്തെ ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ്റെ ആണ്. അത് മെയിൻ്റനൻസ് സ്റ്റാഫ് ഇലക്ട്രിക്കൽ എന്നുള്ളൊരു സെക്ഷനിലേക്കാണ്. നാലാമത്തെ ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ്. അഞ്ചാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് HVAC ടെക്നീഷ്യനാണ്. ആറാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബയേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ്. ഏഴാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സീനിയർ ബയേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ്. എട്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മാനേജറുടെയാണ്. അത് ഫ്രഷ് ഫുഡ്, സൂപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, അങ്ങനെ എല്ലാ സെക്ഷനിലേക്കും കൊടുക്കുന്നുണ്ട്. ഒമ്പതാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർവൈസറുടെയാണ്. ഓക്കെ. പത്താമത്തെ ഒരു കാറ്റഗറി DC പിക്കറുടെയാണ്. 11ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് റിസീവറുടെ ഒരു കാറ്റഗറിയിലേക്കാണ്. 12ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വെയർഹൗസ് മാനേജറായിട്ടാണ്. അതുപോലെ തന്നെ 13ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഇലക്ട്രീഷ്യൻസിൻ്റെയാണ്. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് സെൻട്രൽ മെയിൻ്റനൻസ് സൂപ്പർവൈസറുടെയാണ്. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ബയ്യിങ് കോർഡിനേറ്ററുടെയും അതുപോലെ തന്നെ 17ാമതായിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനികളേക്കുമാണ്. 18ാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് പറയുന്നത് ഗ്രാഫിക് ഡിസൈനർ, ഡിജിറ്റൽ മീഡിയ സൈഡിലേക്കാണ്. 18ാമത്തെ ഒരു പറയുന്നത് ഗ്രാഫിക് ഡിസൈനറുടെയും 19ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്ററുടെ. 20ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വീഡിയോഗ്രാഫറാണ്. സൗദി അറേബ്യയിലേക്കുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് മേഖലകളിലും റീൽസൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ വീഡിയോഗ്രാഫർ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ ആളുകളെ എടുക്കുന്നുണ്ട്. 21ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വീഡിയോ എഡിറ്ററുടെയാണ്. 22ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വീഡിയോ അനിമേറ്ററാണ്. 23ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഫിഷ് മോങ്കറുടെയാണ്. 24ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഇൻചാർജ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ്. ഞാനപ്പോൾ എല്ലാ ജോലികളുടെയും കാറ്റഗറി വൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. 2 വട്ടം പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ആയിട്ടുള്ള മല്ലു ഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ആർക്കാണ് നിങ്ങൾ ഫോൺ ചെയ്ത് സംസാരിക്കേണ്ടത്, നിങ്ങളുടെ CV ഒക്കെ ആർക്കാണ് മെയിൽ ചെയ്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ അറിയുന്നതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇതുപോലെ നമ്മുടെ പുതിയ ഇൻ്റർവ്യൂകളുടെ ഡീറ്റെയിൽസൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നോർമലി അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എല്ലാവരും നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരും ഇന്ന് വരെ നമ്മളോടൊരു മോശമായിട്ടുള്ള തരത്തിൽ പെരുമാറുക അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. ഒരാൾ മാത്രം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ ചേട്ടനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ പുതിയ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഗൾഫിലൊരു ജോലിക്ക് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ എല്ലാവരും ഈ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുന്നതൊന്ന് നമുക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് തരം ജോലിയാണോ അത് നമുക്ക് കണ്ടുപിടിച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കും. അത് ഉറപ്പാണ്. ഒപ്പം ഈ ചാനലിനെ കുറിച്ചും ഇതിലെ വീഡിയോകളെക്കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുള്ള ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു 4-5 വീഡിയോകൾ എന്തായാലും ഒന്ന് കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഞാൻ ചിലപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നാളെയോ മറ്റന്നോ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിലും ബെറ്റർ ഒരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ഇപ്പോൾ വിട പറയുന്നു. ദാസൻ.